Hello everyone. Today's session is about thermodynamics, and in this video we discuss about the common mathematical terms we use in thermodynamics. So first of all, what is thermodynamics? It is the branch of science that deals with the quantitative relationship between heat and other forms of energy. Okay. Now coming to the common terms in thermodynamics, the first is system, surrounding and boundary. System, surrounding and boundary. We know system, it is the part of the universe which is under observation. Okay, which is under study. Part of the universe which is under observation. That is system. അതായത് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് നമ്മൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ദ സിസ്റ്റം റിയാക്ഷൻ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ then surrounding എന്ന് പറയുന്നത് എന്താണ്? The remaining part of the universe, that is called surrounding. System അല്ലാത്ത remaining part of the universe other than system അല്ലാത്ത യൂണിവേഴ്സിന്റെ പാർട്ടാണ് സറൗണ്ടിങ് എന്ന് പറയുന്നത്. And what is boundary? Surface separating system and surrounding. സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സർഫസ് ആണ് എന്തെന്ന് പറയുന്നത് ബൗണ്ടറി എന്ന് പറയുന്നത്. സോ സിസ്റ്റം, സറൗണ്ടിങ് ആൻഡ് ബൗണ്ടറി. And you know that system plus surrounding, that is the universe. Now the other three terms, open system, closed system and isolated system. Open system means system that can exchange both energy and matter. Energy and matter. Energy, matter exchange ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് ഓപ്പൺ സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനെ മാത്രമേ എക്സ്ചേഞ്ച് ചെയ്തതുള്ളൂ? only energy, not the matter. That is closed system. Now, isolated system means isolated system, it can neither exchange energy nor matter. Energy, matter, രണ്ട് exchange ചെയ്യാത്തതാണ് isolated system. So, open system, closed system and isolated system. Now, coming to the state variables. State variables are pressure, volume, temperature, number of moles. Okay, state variables are. State variables എന്ന് പറയുന്നത് എന്താണ്? Variables that describes the condition of the system. ഒരു സിസ്റ്റത്തിന്റെ കണ്ടീഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? അതായത് ചേഞ്ച് ഇൻ എനി വൺ ഓഫ് ദീസ് വേരിയബിൾ. ഈ വേരിയബിളിന് ഏതെങ്കിലും ഒരെണ്ണത്തിന് ചേഞ്ച് സംഭവിക്കുന്നത് എന്തിന് ചേഞ്ച് വരുന്നതിനോട് ഈക്വലന്റ് ആണ്? സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിന് ചേഞ്ച് വരുന്നതിനോട് equivalent ആണ്. Changing any one or more of these variables, state of the system changes. നമ്മുടെ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റും ചേഞ്ച് ചെയ്യുന്നു. Now next is the extensive property and intensive property. This is very important. What is the difference between extensive and intensive property? Extensive properties എന്ന് പറയുന്നത്, these are the properties of the system which depends on the amount or quantity of matter. Amount അല്ലെങ്കിൽ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ടോട്ടൽ എനർജി, ദെൻ വോളിയം, മാസ്, ഹീറ്റ് കപ്പാസിറ്റി, എൻതാൽപ്പി, എക്സെട്ര. Now intensive property means intensive property, these are properties independent of the state, independent of the amount or the quantity of matter, independent of the quantity. അതാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റിയെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളതാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. എക്സാമ്പിൾ ആണ് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വിസ്കോസിറ്റി, എക്സെട്ര. നൗ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ടു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. രണ്ട് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. നമുക്കറിയാം ഡെൻസിറ്റി ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണെന്ന് പറയും. വാട്ട് ഈസ് ഡെൻസിറ്റി? ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഇസ് മാസ് ബൈ വോളിയം. മാസ് നമുക്കറിയാം ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ദെൻ വോളിയം അഗെയിൻ ആൻ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. വോളിയവും ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത് റേഷ്യോ ഓഫ് ടു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. രണ്ട് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. അതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് an intensive property. Intensive property. So extensive and intensive property. Now next is a thermodynamic process. Various thermodynamics process.
വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. വാട്ട് ഈസ് ആൻ ഐസോതെർമൽ പ്രോസസ്? ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോതെർമൽ പ്രോസസ് മീൻസ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് അല്ലെ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് ആണ് ഐസോതെർമൽ പ്രോസസ്. എ പ്രോസസ് ക്യാരിഡ് ഔട്ട് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ഐസോതെർമൽ പ്രോസസ്. പ്രഷറും വോളിയം ഒക്കെ ചേഞ്ച് ചെയ്യും, ബട്ട് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ 0 ആയിരിക്കും. ഐസോബാറിക് പ്രോസസ് എന്ന് പറയുന്നത് പ്രോസസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഡെൽറ്റ പി എന്ന് പറയുന്നത് that will be 0, equal to 0 for an isobaric process. Now isochoric process എന്ന് പറഞ്ഞാൽ എന്താണ്? Isochoric process എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. ഡെൽറ്റ വി is equal to 0. വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ളതാണ് isochoric process. Adiabatic process, it is very important. Adiabatic process എന്ന് പറയുന്നത് process where there is no exchange of heat ട്രാൻസ്ഫർ നടക്കുന്നില്ലാത്ത പ്രോസസ്, അതാണ് അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അഡയബാറ്റിക് പ്രോസസ്. സോ അഡയബാറ്റിക് പ്രോസസ്സിന് ഹീറ്റ് Q എന്ന് പറയുന്നത് that will be equal to 0. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് സൈക്ലിക് പ്രോസസ്. സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? A system that undergoes different number of processes and finally returns to its initial state. അതായത് ഒരു സിസ്റ്റം ഡിഫറെന്റ് പ്രോസസ്സിലൂടെ കടന്നു പോകും, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫൈനലി അത് അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് റിട്ടേൺ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് സൈക്ലിക് പ്രോസസ്. ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് നമ്പർ ഓഫ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് റിട്ടേൺ ചെയ്യുന്നത്, അങ്ങനെയുള്ള പ്രോസസ് ആണ് സൈക്ലിക് പ്രോസസ്. Now comes the different exchange of energy, modes of exchange of energy, transfer of energy that take place in the form of heat and work. അതായത് energy transfer between system and surrounding. സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ എനർജി ട്രാൻസ്ഫർ ഹീറ്റിന്റെ ഫോമിൽ നടക്കുന്നത് എപ്പോഴാണ്? when there is temperature difference between system and surrounding. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ energy transfer between the system and surrounding take place in the form of heat. Okay, അതുപോലെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് തമ്മിൽ പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ energy transfer due to change in volume of the system that occurs in the form of work. Energy transfer due to change in the volume of system on application of external pressure. ഇവിടെ pressure, external pressure ഉണ്ട്. External pressure and pressure of the gas. So അവിടെ change in volume നടക്കുന്നു. Change in volume of the system ഉണ്ടെങ്കിൽ energy transfer in the form of work ആയിരിക്കും. Energy transfer in the form of work. And this equation is very important. Pressure volume work അല്ലെങ്കിൽ expansion work ന്റെ general equation ആണ് W is equal to minus P external dV. Minus P external dV. Now ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അതായത് ഹീറ്റ് വർക്ക് ഒക്കെ എന്താണെന്ന് പറഞ്ഞു. ഹീറ്റ് സപ്ലൈഡ്, ഇവിടെ ഓർത്തിരിക്കേണ്ടതാണ് ഈ സൈൻ കൺവെൻഷൻ. അതായത് ഹീറ്റ് സപ്ലൈഡ് ടു ദ സിസ്റ്റം, ഹീറ്റ് supplied to the system അല്ലെങ്കിൽ heat absorbed by the system എന്ന് പറയുന്നത് that will be a positive value. Heat absorbed or heat supplied to the system is positive value. Q എന്ന് പറയുന്നത് greater than 0 ആയിരിക്കും. Then heat given out by the system, that is negative. Heat given out by the system, that should be a negative value. Q എന്ന് പറയുന്നത് less than 0 ആയിരിക്കും. Okay, അതുപോലെ തന്നെ വർക്കിന്റെ കേസ് പറയുകയാണെങ്കിൽ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ഈസ് പോസിറ്റീവ്. അതായത് കംപ്രഷൻ വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. W ഗ്രേറ്റർ ദാൻ 0. വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം, സിസ്റ്റം ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? വർക്ക് ദാറ്റ് ഷുഡ് ബി നെഗറ്റീവ്. W ലെസ് ദാൻ 0. അത് ഓർക്കേണ്ടതാണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം പോസിറ്റീവ്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, സിസ്റ്റം ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വർക്ക് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം അല്ലെങ്കിൽ ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ദ സിസ്റ്റം ആണെങ്കിൽ ഹീറ്റ് Q എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. സോ ദീസ് ആർ ദ ഡിഫറെന്റ് സൈൻ കൺവെൻഷൻ. Now coming to the first law of thermodynamics, very simple, and this mathematical expression is very important. ഈ mathematical expression എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സോ mathematical law, അതായത് ലോ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ്
can simply be converted from one form to another. That is first law of thermodynamics. അല്ലെങ്കിൽ നമുക്ക് പറയാം internal energy of the system remains constant unless energy is transferred from surrounding in the form of heat or work. Heat അല്ലെങ്കിൽ വർക്കിന്റെ ഫോമിൽ സറൗണ്ടിങ്ങിൽ നിന്ന് എനർജി ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്റേണൽ എനർജി എന്തായിരിക്കും? സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. So this mathematical expression for first law of thermodynamics is delta U is equal to Q plus W. Delta U is internal energy, Q is heat, and W is work. So this is first law of thermodynamics. So namakku problem cheyam based on first law of thermodynamics. So question noike, in a process 701 joule of heat is absorbed by a system and 394 joule of work is done by the system. Calculate the change in internal energy. Calculate the change in internal energy for the process. So തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? ഹീറ്റ് തന്നിട്ടുണ്ട്. ഹീറ്റ് absorbed by the system. Heat absorbed by the system 701 joule. Heat നമ്മൾ പറഞ്ഞു സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ 701 ജൂൾ എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് വാല്യൂ തന്നെയാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ആൻഡ് 394 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. വർക്ക് ഈസ് ഡൺ. ഇഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം W എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. W is നെഗറ്റീവ്. W ലെസ് ദാൻ 0 ആണ്. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? -394 joule. -394 joule. Now calculate the internal energy. Internal energy calculate ചെയ്യാനാണ് question. Internal energyയും വർക്കും ഹീറ്റും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് thermodynamics. That is delta U is equal to Q plus W. Delta U is equal to Q plus W. Q is given 701 minus 394 joule, which is equal to 307. Okay, so that's all.